ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൻ്റെ തുടർച്ചയായിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗ് കാണാത്തവരൊക്കെ കാണുക. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് ഇപ്പം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളിതാ നൈറ്റ് ഒരിടം വരെ പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെ അൽക്കോറിലുള്ള അൽബൈത്ത് സ്റ്റേഡിയത്തിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതിൻ്റെ പേരാണ് അൽബൈത്ത്. കണ്ടാ, ഇവിടെയാണ് വേൾഡ് കപ്പ് ഇനാഗ്രേറ്റ് ചെയ്തല്ലേ. നല്ല ഭംഗിയുള്ള ഫ്ലവർ. എന്തെടുക്കണ്ട്? ഓ, എന്താ ഫോട്ടോ എടുക്കണ്ട്? ഏണ്ടാ നിങ്ങളെടുക്ക പാർക്കിക്കാ? നിങ്ങള് പോണില്ലേ കളിക്കാനോടത്തേക്ക്? കളിക്കണോടത്ത് പോണില്ലേ? നിങ്ങളിവിടെ കളിക്കണ അപ്പൊ അങ്ങോട്ട് പോണില്ലേ? എന്താ അങ്ങോട്ട് പോയിക്കോളി. നടന്നിട്ട് ഇവിടെ നടന്ന ഒരു സ്ഥലത്തേക്ക് നടന്ന് എത്തൂല, അത്രക്ക് സ്ഥലം കാണാണ്ട്. ഇവിടെ ഇതിന്റെ ഉള്ളിൽ തന്നെ പാർക്കോള് തന്നെ 2-3 സൈഡുകളിലുണ്ട് കളിക്കണ പാർക്കോള്. ഞങ്ങൾ ഇന്നാൾ വന്നത് ഒരു സൈഡിക്ക്, പിന്നെ പോയത് വേറൊരു സൈഡിക്ക്. അങ്ങനെയൊക്കെയാണ്. നല്ല കാറ്റുണ്ടല്ലേ. അന്ന് കാക്കുണ്ടായിട്ടില്ലടാ. ഇവിടെ നമ്മള് നോമ്പ് തുറന്ന ഒരിക്കൽ വന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കുഞ്ഞാലിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഒരു ഇതാണ് നോമ്പ് തുറന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങള് ഫ്രണ്ട്സോളെ അപ്പാന്റെ ഫ്രണ്ട്സോളെ ആയിട്ടുള്ളൂ നോമ്പ് തുറക്കല്ലേ. ഇങ്ങനെ നേരെ പോവാ. അതാ അവര് കുറച്ച് ഉയർത്തിലുള്ള സ്ഥലത്താ. അതങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കളിക്കണ സ്ഥലത്ത് അങ്ങനെ ആറ്റിനെയും ബബ്ലിനെയും കൊണ്ട് ഞാൻ നടന്നിട്ട് അവർ കളിക്കുന്ന പാർക്ക് ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് കുട്ടികളും ഫാമിലീസും ഒക്കെ ഉണ്ട്. മലയാളീസൊക്കെ ഉണ്ട് തോന്നിട്ടോ. നല്ല മലയാളത്തിലെ വർത്താനമൊക്കെ കേൾക്കാണ്ട്. കുട്ടികളെ നാടൻ വർത്താനം കാര്യങ്ങളൊക്കെ നല്ല കേൾക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ മാറ്റിയും ബബലും പറഞ്ഞുകൊണ്ടിരിക്കുക, അമ്മ അവിടെ മലയാളികളൊക്കെ ഉണ്ട് എന്ന്. ഈ രാത്രി സമയം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് പരിചയപ്പെടാനും വർത്താനം പറയാനൊക്കെ പറ്റൂട്ടോ. ഒരു ഭാഗത്ത് അതാ കിച്ചും മക്കളും കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ആറ്റിൻ്റെയും ബബലുവിൻ്റെയും കൂടെ ഇവിടെ പാർക്ക് ഏരിയയിലുണ്ട് കേട്ടോ. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി പാർക്കാണ് കേട്ടോ. അങ്ങനെ ഓരോരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ഉണ്ട് പാർക്കുകൾ. വലിയവർക്ക് വേണ്ടിയിട്ടുള്ളതും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതും ഒക്കെ ഉണ്ട്. നമുക്ക് വൈകിട്ടൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ഏരിയാസും അതുപോലെ കുട്ടികൾക്ക് ഇതുപോലെ ആക്ടിവിറ്റീസുകൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആറ്റിയും ബബിളും കൂടി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങേ, കുടുങ്ങിപ്പോയോ? ഇങ്ങനെ കാലിതിൽ വെക്കണോ? അങ്ങനല്ലേ? എണീറ്റ് നിന്നിട്ട് ഈ എങ്ങനെ ഇറങ്ങാ? എടുത്തിട്ട് ഇറക്കിയ പിന്നെ എങ്ങനെയാണ് കേറിയത്? ആറ്റൊക്കെ ഇറങ്ങാൻ പറ്റുമോ? അന്ന് ആറ്റ ഇറങ്ങിയിട്ട് കാണിച്ചു തരും ബബുലുവിന്. എണീറ്റ് എനിക്ക് തോന്നണം എണീറ്റ് നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ഇതിൽ ചവിട്ട നിന്നിട്ട് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനല്ല, ഇതിലൂടെ അല്ല, താഴെ കൂടെ അല്ല, എണീറ്റ് നിന്നിട്ട് ഇങ്ങനെ കാലും കണ്ടിടുക. എന്നിട്ട് ഇതിമ്മ ചവിട്ടി നിൽക്കുക മോളിൽ കൂടെ. ആ ഓക്കെ ഓക്കെ. അങ്ങനെ അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ മറിയേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, പറ്റും. ആ ചെയ്ത് നോക്ക്. അങ്ങനല്ല, മോൾ കൂടെ വരണ്ടേ. ഇതിൽ കൂടെ തന്നെ ഇറങ്ങിയാ കൂടെ പറ്റണില്ല. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണല്ലോ. അതല്ലേ ആക്ടിവിറ്റി പാർക്കല്ലേ ഇത്. അപ്പൊ ഓരോ ആക്ടിവിറ്റി ഇങ്ങനെ ചെയ്ത് നോക്കണ്ടേ. ഏതിക്കൂടെ ഇറങ്ങാ? നിങ്ങൾ ഏതിടെ കേറിയേ? അതാ അതിൽ കൂടെ ഇറങ്ങാതെ ശ്രദ്ധിച്ചു. അപ്പൊ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമന്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആറ്റിനെയും ബബുലുവിനെയും കാണുമ്പോൾ ആരാന്ന് മാറ്റാ, ആറ്റാ ബബുലു എന്നുള്ളത് മനസ്സിലാവണില്ല, ഒന്ന് ക്ലിയർ ചെയ്ത് തരുമോ എന്നുള്ളത്. അപ്പോൾ ഇതിലിപ്പോ എങ്ങനെയാ ഞാൻ ക്ലിയർ ചെയ്ത് തരിക? ഇതിലിതാ ആ ടിപ് ടോപ്പിന്റെ അത് തൂക്കിയിട്ടിട്ടില്ലേ, അതാണ് ആറ്റ. പിങ്ക് റോസ് കളറുള്ള ടിപ് ടോപ്പ് ഇട്ടത് ബബുലു ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആറ്റിനും ബബുലുവിനെ എങ്ങനെ തിരിച്ചറിയേണ്ട ഓരോ വീഡിയോയിലും എന്നുള്ളതൊക്കെ എല്ലാവരും ഒന്ന് പറയട്ടാ. ഞങ്ങൾക്ക് തന്നെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോവലുണ്ട്. അപ്പൊ പിന്നെ നിങ്ങളെ കാര്യം പറയണ്ടല്ലോ. 3 പേരും കൂടിയാ? 3 പേര്
1, 2, 3 go. കുട്ടികൾ പാർക്കിൽ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമുക്കൊരു പൂതിയാണില്ലേ. ഞാനിക്ക് ഊഞ്ഞാല കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഇരിക്കാൻ തോന്നിട്ടാ. കഴിഞ്ഞ തവണ ഞാനും കിച്ചും കൂടി ഇതിലിരുന്നിട്ടൊന്ന് ഊഞ്ഞാല ആടിയതാണ്. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട് ഞങ്ങൾ എണീപ്പിച്ചു. കുട്ടികൾക്കുള്ളതാണ്, വലിയവർക്ക് അപ്പുറമുണ്ട് എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ എക്സസൈസ് പാർക്കിൽ പോയിരുന്നു. പിന്നെ അങ്ങനെ ആറ്റും ബബിളും കൂടി ഇവിടെ നല്ല കളിയിലാണ്. അപ്പോൾ ഞാനും കിച്ചും കൂടി ഇവിടെ വന്നിരുന്നിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടാ. പണ്ടൊക്കെ സ്കൂൾ പൂട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മാടെ വീട്ടിലേക്ക് പോവുക, അപ്പാടെ വീട്ടിലേക്ക് പോവുക, കുടുംബക്കാരെ വീട്ടിലൊക്കെ പോയിട്ട് വിരുന്ന് ഇറക്കുക, അതൊക്കെയായിരുന്നു നല്ല രസം. ഇപ്പോഴത്തെ മക്കൾക്ക് പാർക്ക്, ബീച്ച് ഇതുപോലൊക്കെയുള്ള എന്തൊക്കെ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ആണല്ലേ. പണ്ട് നമുക്ക് തൊട്ടളി, കണ്ണൊത്തിക്കളി, അതുപോലെ പിന്നെ എന്താ പറയുക ഇരിക്കാമ്പൊത്ത്, അങ്ങനെ എന്തൊക്കെയോ കളികളും പേരുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ മക്കൾക്ക് അതെന്തെങ്കിലും അറിയോ? നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് കളിച്ചിരുന്ന കളി എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ എല്ലാവരും ഓരോരോ നാട്ടിൽ ഓരോ കളികളുണ്ടാവുമല്ലോ ഫേവറേറ്റ് ആയിട്ട്. അപ്പം നിങ്ങളൊക്കെ നാട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളികൾ എന്തൊക്കെയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേ. പാവങ്ങളുടെ ദുൽഖർ സൽമാൻ എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ പൊന്നോമന മകൻ അപ്പിതാര മമ്മൂട്ടിയാ. ഇങ്ങനെ നോക്കി ഇപ്പൊ നമ്മളെപ്പോലെ മൂന്നാള് നമ്മൾ രണ്ടാളയിൽ ആരെപ്പോലെ ബനി നാട്ടിൽ വന്നാന്നിപ്പോ എല്ലാരും അറിയാം ഇത് തന്നെ സോയിൽ തന്നെയാണ്. ഇവിടെ വന്നപ്പോ എല്ലാരും പറയാ ഇത് എന്റെ പോലെ തന്നെയാണ്. ശരിക്കും പിന്നെ ആരെ പോലെയാണ്? സത്യം പറഞ്ഞു ഞാൻ ആരെ പോലെയാണ്. ഇക്ക് എന്നെ പോലെ തോന്നണത് എന്റെ തിരുമോൻ തന്നെയാണോ എന്റെ പോലത്തെ ഇതൊന്നും സ്വഭാവം എന്തായാലും ഉണ്ടല്ലോ. മൂക്ക് വെച്ചിന്റെ കൈ ബാലൻസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ആളോ കാലുവെക്കുന്നാണ്. കാക്കുരു തല മറിഞ്ഞു പോരാതിരുന്നാ മതി. അതൊക്കെ കാക്കു കൊറേ നേരം നിന്ന്. ഏതാ വേറൊന്ന് ആമ്പടി ഓ മതി 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 സെറ്റ്. കുറച്ചോനെ എന്തപ്പോ ഉണ്ടായത്? രസണ്ട്, ശ്രദ്ധിച്ചോട്ടിട്ടാ. ഇവിടെ ആറ്റും ബബുലീനും മരച്ചത് തുടങ്ങിയപ്പോഴേ ഈ രണ്ട് കുട്ടികള് വന്ന് കൂടിക്ക. ഓ വാട്ട് ഈസ് യുവർ നെയിം? ജോ. ഇവര് വിചാരിച്ചു ഇവിടെ എന്തോ ആക്ടിവിറ്റീസ് ട്രെയിനിങ് നടക്കുന്ന പോലെ വന്ന് ജോയിൻ ആയത്. ഇവിടെ ഇവരെ നാലാളെ തലകുത്തി മറിച്ചിലും ചാട്ടൊക്കെ പാടിയും കണ്ടപ്പോഴേ ഈ രണ്ട് കുട്ടികളും കൂടി വന്ന് ജോയിൻ ആയിക്കിട്ട പോലെ വിചാരിച്ചിങ്ങനെ ഇവിടെ എന്തോ ട്രെയിനിങ് നടത്തുക തോന്നുന്നു. അപ്പൊ ഇവര് ചെയ്തുകൊണ്ടിരിക്കണ പോലെ തന്നെ ഞാൻ വന്ന് കിക്കിലിയാക്കി നിഷുവിന്റെ പോലെ ഉണ്ട് കാണുമ്പോ അല്ലേ. കൈ കൊടുക്കേ. ബൈ ബൈ. See you. തലകുത്തി മറിച്ചിലും കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കും മക്കൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ MC കഫേയിൽ കയറി പാർക്കിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം വരികയാണ്. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. അപ്പോൾ കേക്കും ബർഗറും സാൻഡ്വിച്ചും അങ്ങനെ അടിപൊളിയായിട്ടുള്ള നല്ല കാറ്റും കൊണ്ടിരുന്നിട്ട് പാർക്കിൽ ഞങ്ങൾ ഔട്ട് സൈഡിൽ തന്നെ ഇരുന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ നൈറ്റ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ
നമ്മളൊക്കെ കുട്ടിക്കാലത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓരോരോ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന കളി ഏതായിരുന്നു എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമ. എന്തടി